Challenges to disaster management. Okay. Challenges to disaster management. Okay, ആദ്യത്തെ challenges ഒരു subheading കൊടുക്കുക pre-disaster. Disaster മുന്നേ face ചെയ്യുന്ന മാനേജ്മെന്റിലുള്ള issues ഉള്ള challenges. Okay. ആദ്യം fragile institutions. Fragile institutions. Okay, disaster management authorities are yet to turn fully functional, and they lack a proper framework for the implementation of DM Act, for the implementation of institution അത്ര സ്ട്രോങ് അല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നും അത്രയും സ്ട്രോങ് അല്ല. അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ. ഓക്കെ, രണ്ടാമത്തേത് ലാക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട്, DM ആക്ട്. ഓക്കെ, രണ്ടാമത്തേത് ലാക്ക് ഓഫ് പ്രോപ്പർ എയർലി വാർണിംഗ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ difficult to disseminate information. Information dissemination എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. early warning system weak ആയതുകൊണ്ട് it will be difficult to disseminate the information. അടുത്ത improper hazard mapping due to lack of technology. Improper hazard mapping due to lack of technology for different disasters. Okay, lack of local level authorities. Most disaster management agencies, DM എന്നൊക്കെ എഴുതിയാൽ മതി കേട്ടോ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എഴുതാണ്, DM എന്നൊക്കെ എഴുതിയാൽ മതി. Most DM agencies are, നിങ്ങളുടെ നോട്ടിൽ മാക്സിമം വേർഡ്സ് കുറയ്ക്കാൻ നോക്കുക, അതാണ് കീ. എന്നാലേ റിവിഷൻ എളുപ്പമാകത്തുള്ളൂ. മാക്സിമം വേർഡ്സ് കുറച്ച് നിങ്ങളുടെ കോഡൊക്കെ വേണമെങ്കിൽ എഴുതിയാലും വയ്ക്കാം, കുഴപ്പമൊന്നും. മാക്സിമം വേർഡ്സ് കുറയ്ക്കാൻ നോക്കും. ചുമ്മാ ഒരു ബുക്ക് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നിങ്ങൾക്ക് അവസാനം റിവൈസ് ചെയ്ത് പെട്ടെന്ന് തീർക്കാൻ ഒരു നോട്ട് കീപ്പ് ചെയ്യാം കേട്ടോ, അതാ ഉദ്ദേശം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാം. മോസ്റ്റ് DM ഏജൻസീസ് എന്തായിരിക്കും? സെൻട്രലി അഡ്മിനിസ്ട്രേഡ് ആയിരിക്കും. ബാക്കി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ, മനസ്സിലായില്ലേ? സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. സ്റ്റേറ്റ് ഗവൺമെന്റിലേക്കും ലോക്കൽ ലെവലിലേക്കും ഒക്കെ ഏജൻസികൾ കുറവായിരിക്കും.
Okay, so it will be difficult. അങ്ങനെ ഒരു എന്തായിരിക്കും difficult for proactive response and command. Difficult for proactive response. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. സെൻട്രലൈസ്ഡ് ഏജൻസീസ് ആകുമ്പോൾ ലോക്കൽ ഏജൻസീസ് ആണെങ്കിൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വിൽ ഡിഫിക്കൽട്ട് ടു difficult for proactive response and command. Okay. പിന്നെ weak compliance policies. Weak compliance of policies. അതായത് പോളിസീസ് അനുസരിക്കുന്ന അത്ര പോരാന്ന് ഉദ്ദേശിക്കുന്നത്. കംപ്ലൈൻസ് പറയുമ്പോൾ അത് ഫോളോ ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. weak compliance of policies. Example, lack of proper inspection of construction activities. അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് ഡിസാസ്റ്റർ റെസിലിയന്റ് ആണെന്നൊന്നും പ്രോപ്പർ ഇൻസ്പെക്ഷൻ നടക്കാറില്ല. ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസ്പെക്ഷൻ ആണ് ഇൻസ്പെക്ഷൻ ഫോർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. ഇങ്ങനെ ആൾക്കുമ്പോൾ എന്താ, ഏത് പോളിസി ഏത് വയലേറ്റ് ചെയ്യുന്നത്? ബിൽഡിംഗ് കോഡ്സ് ഉണ്ട്, പക്ഷെ ബിൽഡിംഗ് കോഡ്സ് ഉള്ള കോഡൊക്കെ ഉണ്ട്, അതൊന്നും അനുസരിച്ചല്ല എന്ത് ചെയ്യുന്നത്. അതിലും കുഴപ്പമില്ല, കഴിയാൽ മതി. ലാക്ക് ഓഫ് പ്രോപ്പർ ഇൻസ്പെക്ഷൻ ഫോർ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് കേട്ടോ, അത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ഫണ്ടിങ് ഇഷ്യൂസ്. അടുത്ത ഇഷ്യൂ വരുന്നത് ഫണ്ടിങ് ഇഷ്യൂസ്. ഡിലേ ഇൻ റിലീസ് ഓഫ് ഫണ്ട്. പെട്ടെന്ന് ഫണ്ട് റിലീസ് ആക്കിയിട്ടില്ല ചിലപ്പോൾ, ഉള്ളപ്പോൾ മാനേജ് ഡിലേ ഇൻ, എസ്പെഷ്യലി ദർ ഇസ് ഡിലേ ഇൻ റിലീസ് ഓഫ് ഫണ്ട്. Due to issues like bureaucratic red tape. Red tape എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറപ്ഷൻ. bureaucratic സ്പെല്ലിംഗ് അറിയില്ല. bureaucratic red tape. ഓക്കെ, bureaucratic red tape എന്നാണ്. red tape എന്ന് പറയുമ്പോൾ red tapes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടൊക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, കറപ്ഷൻ, ചുമ്മാ ഒരുപാട് അതോറിറ്റീസ് ഉണ്ട്, റിലീസ് ചെയ്ത് കിട്ടണേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്നുള്ള ആവശ്യമില്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പൊ ഓക്കെ, പിന്നെ ലാക്ക് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ പാർട്ടിസിപ്പേഷൻ. ഗ്രാസ് റൂട്ട് ലെവൽ പാർട്ടിസിപ്പേഷൻ കുറവായിരിക്കും. ആൻഡ് there is poor integration of എഴുതിക്കോളൂ, poor integration of local and traditional practices. Poor integration of local and traditional practices. അപ്പൊ ഇതൊക്കെയാണ് ഡിസാസ്റ്റർ മുന്നേ ഉള്ള ചലഞ്ചസ്. പ്രീ ഡിസാസ്റ്റർ ചലഞ്ചസ് മെയിൻലി ഇങ്ങനെ മാത്രമാണ് ചോദിക്കാം. പ്രീ ഡിസാസ്റ്റർ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് പറഞ്ഞത്. ഈ ഡിസാസ്റ്റർ സമയത്ത് ഡ്യൂറിംഗ് ഡിസാസ്റ്റർ അന്നേരം ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ചലഞ്ചസ് ഡ്യൂറിംഗ് ദി ഡിസാസ്റ്റർ. അതിനകത്തിൽ മെയിൻലി ലാക്ക് ഓഫ് poor coordination ആണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ചലഞ്ച് എന്ന് പറയുന്നത്. The provision responsibilities of DM Act, responsibilities under DM Act is not very clear. And there is also overlap between the implementing agencies. Overlap of between different implementing agencies. അതാണ് ആദ്യത്തെ ഒരു കാര്യം. പിന്നെ high population density which makes rescue difficult.
Rescue, difficult, rescue. For response forces, which makes the rescue difficult for the response forces. At the vulnerable section of population. Vulnerable section of population. Special challenge, for example, women, children, disabled, old age, ഇവരൊക്കെ കുറച്ച് vulnerable ആയിരിക്കില്ലേ during disaster, will be more vulnerable and they lack capacity to deal with disasters. Next, improper usage of public messaging provisions. Like mobile phones, properly use ചെയ്യുന്നില്ല, mobile phone, radio, etc. properly use ചെയ്യുന്നില്ല എന്നൊരു കാര്യം. അടുത്തത് lack of technological intervention. Example, lack of equipments, communication systems. വേറെ എന്തെങ്കിലും ചലഞ്ച് ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ? ഡിസാസ്റ്റർ സമയത്ത് ഫേസ് ചെയ്യുന്ന മാനേജ്മെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ച് ഉണ്ടോ? ഓക്കെ, ഇനി ഡിസാസ്റ്റർ ശേഷം എന്നുവെച്ചാ പെട്ടെന്ന് അത് നമ്മള് ഇൻഫർമേഷൻ പെട്ടെന്ന് എത്തിക്കുന്നില്ല എന്നല്ലേ? പോർ ഇൻഫർമേഷൻ ഡിസമിനേഷൻ അല്ലെ പറയാം. ഇൻഫർമേഷൻ അവയർനെസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഡിസമിനേഷൻ കുറവാണ് എന്നുള്ള അവയർനെസ് കൊടുക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്തത് പോസ്റ്റ് ഡിസാസ്റ്ററിന് ശേഷം നോ സ്റ്റാറ്റ്യൂട്ടറി റെക്കഗ്നിഷൻ, lack of statutory recognition of various disasters like heat wave, cloud burst, etc. in Disaster Management Act. Heat waves, cloud burst in Disaster Management Act. അടുത്തത് environmental degradation, reluctance in learning from lessons in the previous incidents. കഴിഞ്ഞ ഇൻസിഡൻസ് ലെസൺസ് ഒക്കെ പഠിച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു റിലക്റ്റൻസ് ഉണ്ട്. previous incidents. Lack of accountability for the accidents. ഒരു ഇൻസിഡന്റ് ആയി കഴിഞ്ഞാൽ അത് ആരബിൾ ആക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഏത് അതോറിറ്റിയാണ് അത് കൊണ്ടുവരേണ്ടതെന്നുള്ളത്. ലാക്ക് ഓഫ് അക്കൗണ്ടബിലിറ്റി. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്.
ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. അത് കാരണം കമ്മിങ് ഡിക്കേഡ്സിൽ എന്താ ഇൻഷുറൻസ് കൂടാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി വലുതായിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. ഫ്രീക്വൻസി എഴുതിക്കോളൂ. ഫ്രീക്വൻസി intensity of floods, frequency and intensity of floods cycle will increase in the coming decades. ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു രാജ്യം മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് വരണം, അല്ലെങ്കിൽ ഒരുമിച്ചുള്ളൊരു കോപ്പറേഷൻ വേണം. അപ്പൊ അതൊരു ചലഞ്ചാണ്. ഓക്കെ ഓക്കെ ഇനി വേ ഫോർവേഡ് എങ്ങനെ അഡ്രസ് ചെയ്യാന്നുള്ളൊരു കാര്യം. വേ ഫോർവേഡ് എഴുതിക്കോളൂ. വേ ഫോർവേഡിൽ ആദ്യം പ്രീ ഡിസാസ്റ്റർ മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതൊരു ഫ്രെയിംവർക്ക് ആയി തരുന്നത്. നിങ്ങൾ ഏത് ഡിസാസ്റ്റർ ഇപ്പൊ ഒറ്റയ്ക്ക് ചോദിച്ചെന്ന് പറഞ്ഞാലും ഇതൊക്കെ അവിടെ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, പ്രീ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ്. ഫസ്റ്റ് തിങ് യു നീഡ് ഈസ് പ്രോപ്പർ ഓപ്പറേഷണൽ ഗൈഡ് ലൈൻസ്. Operational guidelines integrating the best disaster management practices, integrating the best disaster management guidelines ഒക്കെ properly lay down ചെയ്യണം എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അടുത്തത് efficient early warning system and effective response plan and effective response plan at district, state and national level. Third point, community involvement. Including NGO, social media, etc. EIA, environmental impact assessment. എന്താ EIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ പഠിക്കണം അതിന്റെ ഡാമേജ് എന്തായിരിക്കും വരുന്നത്. അപ്പം എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. Before initiating mining or dam construction. Use of space technology like satellites for more precise and better forecasting. For technology related കാര്യം നമ്മൾ കഴിഞ്ഞ സെഷൻ എഴുതിയായിരുന്നു അല്ലേ? ഓർക്കുന്നില്ലേ? ടെക്നോളജി റിലേറ്റഡ് ഇനിഷ്യേറ്റീവ്സ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കുറച്ചൊക്കെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? ഷട്ടറൊക്കെ എഴുതിയില്ലേ? AI enabled drones, കുറെ കാര്യം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ യൂസ് ചെയ്യണം. ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ. തരുന്ന കണ്ടന്റ് എല്ലാം ഒന്ന് കാണാൻ പഠിക്കുക. അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്യണം. ഓക്കെ, ഡ്യൂറിങ് ഡിസാസ്റ്ററിന്റെ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. ഡ്യൂറിങ് ദി ഡിസാസ്റ്റർ, better coordination among agencies, and also clear demarcation of responsibilities. Capacity development. അടുത്ത പോയിന്റ് capacity development at national, regional and local level.
regional and local level. Sharing of best experiences and practices. Best experiences and practices. Okay, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഇനി പോസ്റ്റ് ഡിസാസ്റ്ററിന് ശേഷം ഇംപ്രൂവ്ഡ് ഫണ്ടിങ് കൂട്ടു കൊടുക്കുക. അതിനു വേണ്ടി ഫോർ എർത്ത് പ്ലാനിങ് മിറ്റിഗേഷൻ, ഫോർ എർത്ത് പ്ലാനിങ് മിറ്റിഗേഷൻ ഒക്കെ ഫണ്ടിങ് കൂടുതൽ കൊടുക്കുക. Following a build back better approach. Build back better approach. ഫണ്ടിങ്ങിന്റെ എഴുതിയായിരുന്നു അല്ലേ? ഓക്കെ. റിസർച്ചിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഇൻ റിസർച്ച്, integrating agencies like ISRO, integrating agencies like more investment in research and integrating agencies like ISRO, Indian Meteorological Department, IMD എന്ന് കഴിഞ്ഞാൽ മതി കേട്ടോ. Indian Meteorological Department to collectively provide technological solutions. മറ്റൊരു പോയിന്റ് ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡിസാസ്റ്റർ റെസിലിയന്റ് infrastructure. International cooperation. Example, CDRI, ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവ് ആണ്, ഇന്ത്യ ഫ്രാൻസ് ഉള്ള. CDRI എന്ന് പറയുമ്പോൾ എന്താ? കോയിലീഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ. കോയിലീഷൻ ഫോർ കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. കോയിലീഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതാണ് CDRI. അടുത്ത് പ്രോപ്പർ ഡേറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ് റിലേറ്റഡ് ടു ഡിസാസ്റ്റർ and analysis related to disaster related death, illnesses, etc. Efficient implementation of Sendai framework for disaster risk reduction, DRR. Sendai framework for disaster risk reduction. Better at the last point, better insurance penetration to assist individuals
damaged by natural hazard. To assist individuals damaged by കുറെ പോയിന്റ്സ് കിട്ടിയില്ലേ? അപ്പം മാനേജ്മെന്റ് ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇൻഷുറൻസ് അല്ലേ? സെൻഡൈ ഫ്രെയിംവർക്ക്, SNDAI ക്ലാസ്സിൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, DRR, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. സെൻഡൈ ഫ്രെയിംവർക്ക് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു, ഓർക്കുന്നില്ലേ? ഡിസാസ്റ്റർ അടുത്തൊരു ഹെഡിങ് എടുത്തോ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഫോർ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഫോർ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്. ഓക്കെ, അവർക്ക് അതായത് പഞ്ചായത്ത് രാജ് മിനിസ്ട്രി ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനുമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 വർഷം മുമ്പ്. അപ്പം അതിന്റെ എഴുതിക്കുക, അതാണ് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഓഫ് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്. ഓക്കെ, അപ്പം അതിന്റെ എയിംസ് എന്താണെന്ന് പറയാം. മെയിനായിട്ട് ഡെവലപ്പ് എ കൾച്ചർ ഓഫ് ഡിസാസ്റ്റർ റെസിലിയൻസ്, ഡെവലപ്പ് എ കൾച്ചർ ഓഫ് ഡിസാസ്റ്റർ റെസിലിയൻസ്, ഡിസാസ്റ്റർ റെസിലിയൻസ് at grassroots level, at grassroots level. ഓക്കെ, ഇതാണ് ആദ്യം പറയുന്നത്. ഓക്കെ, അടുത്തൊരു എയിം എന്ന് പറഞ്ഞാല് every village should have a village disaster management plan, village disaster management plan, and every panchayat have their disaster management plan. Disaster management plan, every panchayat would have their disaster management plan. മൂന്നാമത്തെ ഒരു പോയിന്റ്, make collective actions to plan, implement community based disaster management plan. Implement community based disaster management plan. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എയിം. ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ എങ്ങനെയാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ പഞ്ചായത്ത് ലോക്കൽ ലെവൽ ബോഡീസിന്റെ റോൾ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാന്റെ ഇമ്പോർട്ടൻസ് എന്തായിരിക്കും? പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ. എനിക്കായിരിക്കും ചോദിക്കുന്നത്. ഇത്രയും പറഞ്ഞേക്ക് വെച്ചിട്ട് പറഞ്ഞോട്ടെ, പെട്ടെന്ന് പറഞ്ഞോ, 2 പോയിന്റിൽ. ഓക്കെ, അപ്പം നീഡ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ് ഇങ്ങനെ ഒരു പ്ലാന്റ്, അല്ലെങ്കിൽ ലോക്കൽ ലെവൽ ഈ ലോക്കൽ എങ്ങനെയുള്ള ചോദിച്ചാൽ ഇത് എഴുതണം ഈ പോയിന്റ്സ്. അതായത് ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കും, ലോക്കൽ ബോഡീസിന്റെ റോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലെവലിലെ റോൾ എന്തായിരിക്കാം, അല്ലെങ്കിൽ സാധാരണ ലോക്കൽ ആളുകളുടെ റോൾ എന്തായിരിക്കാം, ഇങ്ങനെയൊക്കെ എങ്ങനെ ചോദിച്ചാലും ഈ പോയിന്റ്സ് ഒക്കെ എഴുതാൻ വേണമെങ്കിൽ കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ എഴുതിക്കണം, പോയിന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്വീക്ക് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ, ഇച്ചിരി വ്യത്യാസം വരുത്തണം. ക്വസ്റ്റ്യൻ അനുസരിച്ച് എന്ത് ചെയ്യണം, ഇത് മാറ്റണം. ഈ തന്ന പോയിന്റ്സിനെ ഒന്ന് ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒന്ന് റിഫൈൻ ചെയ്ത് എഴുതിയാൽ മതി. ബട്ട് ഒരു സ്ട്രക്ചർ ആയിട്ട് തരാം. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്, ദേ വിൽ ബി ദി ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ഡിസാസ്റ്ററിന് റെസ്പോണ്ട് ചെയ്യുന്ന ആരാ? ഈ ലോക്കൽ കമ്മ്യൂണിറ്റി ലെവലിലായിരിക്കും. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എഴുതാം, ദേ ആർ ദി ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ്. In any disaster, local government will be the first. Local government will be the first to respond. Local government will be the first to respond.
First to respond and to provide relief, and institutional support. ഈ കോവിഡൊക്കെ വന്നപ്പോൾ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അല്ലേ കൂടുതലും റോൾ എടുത്തത്, ഫുഡ് സപ്ലൈ ചെയ്യുന്നതിലും റിലീഫ് മെഷേഴ്സ് കൊടുക്കുന്നതിലും ഒക്കെ. ആശാ വർക്കേഴ്സും അങ്ങനെയുള്ളവരൊക്കെ അല്ലേ കൂടുതലും റോൾ പ്ലേ ചെയ്തേ. മനസ്സിലായില്ലേ? അപ്പോൾ they will be the first responders and they will be the first to respond and to provide relief and institutional support. അടുത്തൊരു പോയിന്റ് community participation. For example, community participation including elected representatives of panchayats, and all other stakeholders. അടുത്തൊരു പോയിന്റ് ആണ് പാർട്ടിസിപ്പേറ്റീവ് പ്ലാനിങ്. പാർട്ടിസിപ്പേറ്റീവ് പ്ലാനിങ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടോ. ഇവിടെ പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ പ്ലാൻ ആക്ച്വലി സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പ്ലാൻ ആണോ? അതായത് ഒരു ലോക്കൽ ലെവൽ പ്ലാൻ വേണമെന്ന് പറഞ്ഞില്ലേ, വില്ലേജ് ലെവൽ പ്ലാൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയായിരിക്കും ഉണ്ടാക്കുന്നത്? ഗ്രാമസഭ ലോക്കൽ ആളുകളെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ഈ പ്ലാൻ ഫോർമുലേറ്റ്. അതുകൊണ്ട് പാർട്ടിസിപ്പേറ്റീവ് പ്ലാനിങ്, പാർട്ടിസിപ്പേറ്റീവ് പ്ലാനിങ് ആയിരിക്കും. അപ്പൊ എന്താണ്? ഇൻസൈറ്റ്സ് ഓഫ് ലോക്കൽ പോപ്പുലേഷൻ, traditional practices can be included. അതുകൊണ്ട് ഈ പ്ലാനിലേക്ക് ഇൻസൈറ്റ്സ് ഓഫ് ലോക്കൽ പോപ്പുലേഷൻ, ട്രഡീഷണൽ പ്രാക്ടീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് സോഷ്യൽ എംപവർമെന്റ്. Role of local people will be in tackling disasters. Will be recognized. Role of local people in tackling disaster will be recognized. Example, during Kerala floods 2018, fishermen were among the prominent first responders. Okay. അടുത്തത് capacity development of panchayats. To make them more prepared for disaster mitigation. Final awareness generation. Another point, awareness generation. Local level institutions have contact ഉണ്ടാവും, ആളുകളായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാവും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. ഹാവ് ഗ്രാസ് റൂട്ട് ലെവൽ കോണ്ടാക്ട് with people, and they can easily spread awareness and information. Example, frontline workers. Key terms എഴുതി പോയാൽ മതി കേട്ടോ. എക്സ്പ്ലനേഷൻ ഒക്കെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാക്കി തന്നെ എഴുതിക്കോളൂ. അങ്ങനെ പറയാം, അവയർനെസ് ജനറേഷൻ എങ്ങനെയായിരിക്കും? ലോക്കൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ ഹാവ് കോണ്ടാക്ട് വിത്ത് ഗ്രാസ് റൂട്ട് ലെവൽ കോണ്ടാക്ട് വിത്ത് local people. Okay, and that will help them to effectively spread what? Awareness and information.
Example, frontline workers like ASHA workers, Anganwadi workers can be used to spread information. Can be used to spread information. ഇതൊക്കെ കോവിഡിന്റെ സമയത്ത് സംഭവിച്ചാണ് കേട്ടോ. കോവിഡിന്റെ സമയത്ത് ആശാ വർക്കേഴ്സ് വഴിയാണ് ഇംപ്ലിമെന്റ്. Can be used to spread information. Last point, leadership role. ഒരു പോയിന്റ് ഒഴിക്കുക, leadership role. Local bodies being nearer to people are in a better position to undertake relief activities. Are in a better position to undertake relief activities. Local bodies are being nearer to local people are in a better position to undertake relief. ഇപ്പൊ എഴുതുന്ന സ്പീഡ് കൂട്ടിക്കണം കേട്ടോ. അന്നേരം നിങ്ങൾക്ക് എന്തായാലും സ്പീഡ് കൂട്ടണമല്ലോ. ഇപ്പോഴേ സ്പീഡ് കൂട്ടിക്കണം. Undertake relief activities. Okay. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു റോള് എന്ന് പറയുന്നത്. അപ്പം ബാക്കി ഇവിടെ ഫേസ് ചലഞ്ച് ഒക്കെ നിങ്ങൾക്ക് ഊഹിച്ചെഴുതാമല്ലോ. മറ്റേ ചലഞ്ച് ഒക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. പ്രത്യേകിച്ച് ഡിഫറെന്റ് ആയിട്ടൊന്നും ഇല്ല വലുതായിട്ട്. ഓക്കെ, അടുത്തൊരു ഹെഡിങ് എടുത്തോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് അറ്റ് ഗ്ലോബൽ ലെവൽ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് അറ്റ് ഗ്ലോബൽ ലെവൽ. അപ്പൊ ഒരു പോയിന്റ്സ് കുറച്ച് എഴുതിക്കോ. വേൾഡ് കോൺഫറൻസ് ഓൺ നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ. വേൾഡ് കോൺഫറൻസ് ഓൺ നാച്ചുറൽ ഡിസാസ്റ്റർ റിഡക്ഷൻ. ഇത് യോക്കോഹാമ ജപ്പാൻ വെച്ചിട്ടായിരുന്നു. Yokohama, Japan in 1994. World Conference on Natural Disaster Risk Reduction at Yokohama, Japan in 1994. അത് കഴിഞ്ഞപ്പോ Yokohama strategy 1992-2000. Yokohama strategy 1992. United Nation Office for Disaster Risk Reduction. 1919 ക്രിയേറ്റ് ചെയ്തത്. 1999. Created in 1999. അടുത്തത് Hyogo Framework for Action. Hyogo Framework for Action. 10-year plan for 10 year. ഇതൊരു 10-year plan ആണ്. 10-year plan for 2005 to 2050. അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കോ. ഹയോഗോ ഫ്രെയിംവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രയോറിറ്റി ഏരിയ എന്താണെന്ന് എഴുതിക്കോ. പ്രയോറിറ്റി ഏരിയ ഹബ് ആൻഡ് സ്പോക്ക് കൊടുത്താൽ മതി. പ്രയോറിറ്റി ഏരിയ എന്തൊക്കെയായിരുന്നു? DRR, ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ, ഐഡന്റിഫിക്കേഷൻ, assessment through legal and policy framework, disaster preparedness, use of innovation,
ഇതൊക്കെയാണ് അതിന്റെ പ്രയോറിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ. ഈ മെയിൻ ആയിട്ടൊരു കാര്യമുണ്ട്, എഴുതിയല്ലോ. ഈ മെയിൻ ആയിട്ടുള്ള കാര്യം സെൻഡൈ ഫ്രെയിംവർക്ക് ആണ്. അടുത്ത് ഇത് ഇമ്പോർട്ടന്റ് ആണ്. സെൻഡൈ ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ 2015-30. സെൻഡൈ ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ 2015-30. ഇത് ആക്ച്വലി ഹയോഗ ഫ്രെയിംവർക്ക് കഴിഞ്ഞിട്ട് വരുന്ന ഹയോഗ ഫ്രെയിംവർക്ക് 2015 വരെ ഉള്ളൂ. അപ്പോൾ 2015-30 ഇതിനകത്തില് പറയേണ്ടത് ഇറ്റ് ഇസ് എ നോൺ ബൈൻഡിങ് അഗ്രിമെന്റ്. നോൺ ബൈൻഡിങ് അഗ്രിമെന്റ്. സിഗ്നേറ്ററി നേഷൻസ് ഇൻക്ലൂഡിങ് ഇന്ത്യ. ഓക്കെ, അപ്പം ഇതിനെ പറ്റി കൂടുതൽ പഠിച്ചിട്ട് ഒരു ഫിഗർ കാണിക്കാവുന്ന അങ്ങ് വരച്ചു വെച്ചാൽ മതി. ഇത് അതേപടി അങ്ങ് എഴുതി വെച്ചു. ഓക്കെ, ആവറേജ് വാല്യൂ ഒന്നും എഴുതണ്ട കേട്ടോ. 2020-30 ആവറേജ് അതൊന്നും വേണ്ട. ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് എഴുതിയാണ്. റെഡ്യൂസ് ചെയ്യേണ്ട എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചാൽ മതി. മോർട്ടാലിറ്റി, അഫക്റ്റഡ് പീപ്പിൾ, എക്കണോമിക് ലോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഗ്ലോബൽ ടാർഗറ്റിംഗിൽ ഒന്ന് ഓർത്ത് വെക്കും. ഇത് നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത ആൻസർ എഴുതിയാൽ മതി. മനസ്സിലായില്ലേ? ഡയറക്ട്ലി ചോദിക്കാൻ സാധ്യത കുറവാണ്. നിങ്ങൾ ആൻസറിൽ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ ഇതൊക്കെ. നിങ്ങളുടെ ജനറൽ ആയിട്ട് ചോദിക്കും അതിനകത്തില് ആൻസറിൽ എവിടെയെങ്കിലും കാണിക്കാം സെൻഡൈ ഫ്രെയിംവർക്ക് ഇതാണ്. അത് സെൻഡൈ ഫ്രെയിംവർക്ക് എന്ന് പറയുമ്പോൾ ഗ്ലോബലി ഉള്ളൊരു ഫ്രെയിംവർക്ക് ആണ്. ഡിസാസ്റ്റർ കുറയ്ക്കാനായിട്ട് രാജ്യങ്ങൾ പൊതുവെ എന്തൊക്കെ ചെയ്യണം, ഗ്ലോബൽ ടാർഗറ്റുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ടാർഗറ്റ് ഒന്ന് എഴുതി വെച്ചാലും മതി. എഴുതിയോ? ഞാൻ കൂടെ എഴുതിക്കാം. എന്റെ പ്രയോറിറ്റി ഏരിയാസ് കൂടെ എഴുതിക്കുക. സെൻഡൈ ഫ്രെയിംവർക്കിന്റെ പ്രയോറിറ്റി ഏരിയാസ്. ആദ്യത്തെ അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റർ റിസ്ക്. അണ്ടർസ്റ്റാൻഡിങ് ഡിസാസ്റ്റർ റിസ്ക്. strengthening disaster risk governance. Strengthening disaster risk governance. Strengthening disaster risk governance. Investing in disaster risk reduction for resilience. Investing in disaster risk reduction for resilience. രണ്ടാമത്തെ ഡിസാസ്റ്റർ റിസ്ക് ഗവേണൻസ് ആണ്. പിന്നെ ബിൽഡ് ബാക്ക് ബെറ്റർ അപ്രോച്ച്. ലാസ്റ്റ് ബിൽഡ് ബാക്ക് ബെറ്റർ അപ്രോച്ച്. ബിൽഡ് ബാക്ക്
better approach. Approach for better recovery, rehabilitation and reconstruction. Better recovery, rehabilitation and reconstruction. Better recovery, rehabilitation and reconstruction. മനസ്സിലായല്ലോ? Okay. ഇത് സബ്ഹെഡിങ് കൊടുക്കുക. റോൾ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ഡിസാസ്റ്റർ. റോൾ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ, ഇത് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് കുറച്ച് ഡയമെൻഷൻസ് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ, കുറച്ച് പോയിന്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ്. സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് അതോ ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ ഒരു മെക്കാനിസം ആണ്. റോൾ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. റോൾ ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. സ്റ്റേക്ക് ഹോൾഡർ ആരൊക്കെ ആയിരിക്കും? ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റേക്ക് ഹോൾഡർ ആരൊക്കെ ആയിരിക്കും? ആ നാട്ടിലുള്ള ആളുകൾ, കമ്മ്യൂണിറ്റി, ഗവൺമെന്റ്. ഓക്കെ, എഴുതിക്കും ആദ്യം. വുമൺ ആൻഡ് ദർ പാർട്ടിസിപ്പേഷൻ. വുമൺ ആൻഡ് ദർ പാർട്ടിസിപ്പേഷൻ. We need to implement gender sensitive policies, sensitive policies, plans, programs, etc. Gender sensitive plans, programs, etc. Innonnu children and youth should be given space and modalities to contribute to disaster management. Space and modalities. പിന്നെ സ്റ്റേക്ക് ഹോൾഡർ ഓൾഡർ പേഴ്സൺ ആണ് കേട്ടോ, ഓൾഡർ പേഴ്സൺസ്. അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം? ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിലൊക്കെ അവരുടെ രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. ജസ്റ്റ് എഴുതിയാൽ മതി. ഒരു ഓൾഡ് പേഴ്സൺ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയും. ഇൻഡിജിനസ് പീപ്പിൾ, ഫോർ എക്സാമ്പിൾ ട്രൈബൽ പീപ്പിൾ, ഇൻഡിജിനസ് പീപ്പിൾ, അവർക്ക് അവരുടെ ബെനിഫിറ്റ് എന്താ? ദേ ഹാവ് എക്സ്പീരിയൻസ് ആൻഡ് ട്രഡീഷണൽ നോളജ്. Which can be used in our plans, which can be used in disaster management plans. Experience and traditional knowledge. പിന്നെ സ്റ്റേക്ക് ഹോൾഡർ ആരായിരിക്കും? അക്കാഡമിയ, സയന്റിഫിക് ആൻഡ് റിസർച്ച് എൻറ്റിറ്റീസ്. അക്കാഡമിയ, സയന്റിഫിക് ആൻഡ് റിസർച്ച് എൻറ്റിറ്റീസ്. അവരെന്തായിരിക്കും മെയിൻലി ചെയ്യുന്നത്? അവർക്ക് ഫണ്ടിങ് കൊടുക്കാം, അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് റിസർച്ച് ഒക്കെ നടത്താനായിട്ട്. ഓക്കെ. പിന്നെ ബിസിനസ് പ്രൊഫഷണൽസ് അസോസിയേഷൻസ്, private sector, they can introduce new disaster risk management measures into their business models. Disaster risk management measures into their business models. അവരുടെ ബിസിനസ് മോഡലിലേക്ക് മാക്സിമം ഡിസാസ്റ്റർ റെസിലിയൻസ് കൊണ്ടുവരാൻ നോക്കാം. ഓക്കെ. പിന്നെ അവസാനത്തെ മീഡിയയുടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ഓൾറെഡി അല്ലെ? മീഡിയ എങ്ങനെ റോൾ എടുത്തെന്നുള്ളത്. സോഷ്യൽ മീഡിയ അല്ലാത്ത മീഡിയ, എല്ലാ മീഡിയ വരും. മീഡിയ എന്ന് എഴുതിയാൽ മതി. ജസ്റ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് മീഡിയയുടെ റോള്, പറഞ്ഞിട്ടുണ്ട്, അതിൽ നോട്ട്സുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഡിസാസ്റ്ററിലേക്ക് കയറാം. എർത്ത് ക്വേക്ക്. കുറെയൊക്കെ നിങ്ങളുടെ നോട്ടിലുണ്ടല്ലേ? അതിലും എഴുതിയെടുത്തോ. എർത്ത് ക്വേക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഡെഫിനിഷൻ? എന്തായിരിക്കും? എർത്ത് ക്വേക്ക് ഈസ് ദി ഷേക്കിംഗ് ഓഫ് എർത്ത് കോസ് ഡ്യൂ ടു release of energy from
From Earth's interior. From Earth's interior. Earth's interior energy release shaking of Earth which will generate continuously which will generate waves that travel in all directions. Travel in all directions. Travel in all directions. Which will generate waves that travel in all directions. Types of earthquake ഏതൊക്കെയാ? Types of earthquake? Our definition കിട്ടിയില്ലേ? ഈ definition answer use ചെയ്യാൻ നോക്കുക കേട്ടോ. Types of earthquake ഏതൊക്കെയാ? ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കാം. ഏതൊക്കെയാ ടൈപ്സ് ഓഫ് earthquake? മറന്നുപോയല്ലേ? എന്തോ ഒരെണ്ണം പറഞ്ഞല്ലോ, എന്തായിരുന്നു? കറക്റ്റാ. ഓക്കെ, എഴുതിക്കോ. ടെക്ടോണിക് earthquake. ടെക്ടോണിക് earthquake. എക്സ്പ്ലനേഷൻ പറയണോ? അറിയാലോ, ടെക്ടോണിക് ആക്ടിവിറ്റി കാരണം വരുന്നത്. ബിക്കോസ് ഓഫ് ടെക്ടോണിക് ആക്ടിവിറ്റി, അത്ര എഴുതിയാൽ. ടെക്ടോണിക് earthquake ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് വോൾക്കാനിക് earthquake. എന്തുകൊണ്ടായിരിക്കും വോൾക്കാനിക് earthquake? Due to violent volcanic eruption. Volcanic earthquake due to violent volcanic eruptions. Due to violent volcanic eruptions. Volcanic earthquake. Another collapse earthquake. Collapse earthquake. Mainly in the collapse earthquake. Mainly in areas of intense mining. Collapse earthquake mainly in areas of intense mining. Intense mining. The roof of underground mines. The roof of underground mines collapse. Roof of underground mines collapse, creating minor tremor. Tremor ആണ് കുലുക്കം കേട്ടോ. Minor tremor ഉണ്ടാക്കും. എന്നോട് പറയാം. Collapse earthquake എന്ന് പറയുമ്പോൾ in areas of intense mining, sometimes the roof of the underground mines collapse, causing minor tremor. Okay. അടുത്തത് explosion earthquake. Explosion earthquake. Due to എന്തുകൊണ്ടായിരിക്കും? Chemical or nuclear explosion. Chemical or nuclear explosion. Last one, reservoir induced earthquake. Reservoir induced earthquake. Reservoir induced earthquake. Mainly in areas of large reservoir. They occur mainly in areas of large reservoir. ഇതൊക്കെയാണ് main types. മനസ്സിലായല്ലോ? Okay. Earthquake vulnerability in India. Earthquake vulnerability in India. Earthquake vulnerability in India. അപ്പം ഒരു പോയിന്റ് എഴുതിക്കുക. More than 58.6%, 58.6% of India, of Indian land, 58.6% of Indian land is prone to moderate to very high intensity earthquakes. ഇത് യൂസ് ചെയ്യാൻ നോക്കണം ആൻസർ കേട്ടോ. Moderate to very high intensity earthquakes. Cities like Guwahati, അസമിലുള്ള കേട്ടോ. Guwahati, Srinagar, Delhi, Mumbai, Chennai, etc. are high earthquake prone zones. High earthquake prone zones. Are high earthquake prone zones.
അപ്പൊ ഈ ഫിഗർ എന്ന് വരച്ചേ. ഒരു ഐഡിയ വെച്ച് വരച്ചാൽ മതി. 4 സോൺ കാണിക്കണം. ഹൈ റിസ്ക് സോണ് ഏതൊക്കെയാണെന്ന് മിനിമം കാണിക്കണം. പെട്ടെന്ന് വരച്ചെടുത്തോ. ഇത് നിങ്ങളുടെ ആൻസർ വരണം. പ്രത്യേകിച്ച് വൾണറബിലിറ്റി ഓഫ് ഡിസാസ്റ്റർ എർത്ത് ഇന്ത്യക്ക് ചെറുതായിട്ടൊന്ന് വരച്ചാൽ മതി. ഇത്രയും പറഞ്ഞു. നിങ്ങൾക്ക് നോട്ടാണിത്, റിഫൈസ് ചെയ്യണ നോട്ട്. ജസ്റ്റ് വരച്ചു വെച്ചിട്ട് ജസ്റ്റ് ആ മെയിൻ ഏരിയ ഒന്ന് കാണിച്ചാൽ മതി. ഇന്ത്യ ഒന്ന് ഏകദേശം ഒരു ഐഡിയയിലൊക്കെ വരച്ചാൽ മതി എന്നേ. വരച്ചു കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞില്ലേ? ഓക്കെ. ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടന്റ് എർത്ത് ഒന്ന് എഴുതിയെടുത്തോ. ലിസ്റ്റ് ഓഫ് ഇമ്പോർട്ടന്റ് എർത്ത്. Assam earthquake 2021. Assam earthquake 2021. 6.0 magnitude. 6.0 magnitude. Sikkim earthquake 2011. Jammu and Kashmir 2005. Bhuj earthquake BHUJ 2001. 7.7 ആയിരുന്നു മാഗ്നിറ്റ്യൂഡ്. പിന്നെ വലിയൊരു എർത്ത് വരുന്നത് കില്ലാരി എർത്ത്. ഇത് 1993 ഇതിന്റെ 6.3 ഉണ്ട്. പിന്നെ ഒരെണ്ണം ബീഹാർ നേപ്പാൾ ആണ്. ബീഹാർ നേപ്പാൾ എർത്ത്. ഇത് നടന്നത് 1934 8.4 ആയിരുന്നു മാഗ്നിറ്റ്യൂഡ്. ബീഹാർ നേപ്പാൾ എർത്ത്. ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നൊരെണ്ണം നോർത്ത് വെസ്റ്റ് ഓഫ് ഭാരത്പൂർ. October 2023. Okay, northwest of Bharatpur in October 2023. കുറച്ച് എർത്ത് നോർത്ത് ആൻസറിൽ യൂസ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി എഫക്ട്സ് ഓഫ് എർത്ത്. ആദ്യം പറയുന്ന എഫക്ട്സ് ഓഫ് എർത്ത് എന്ന് പറയുമ്പോൾ ആദ്യം പറയുന്ന ഹ്യൂമൻ ലൈഫ് ലോസ്റ്റ്.
ഡെത്തുകൾ ഉണ്ടാവും ഒരുപാട്. എക്സാമ്പിൾ ഹ്യൂമൻ ലൈഫ്സ് ലോസ് ഉണ്ടാവും. ഹ്യൂമൻ ലൈഫ് ലോസ്റ്റ്. എക്സാമ്പിൾ ഭുജ് എർത്ത് എക്സാമ്പിൾ യൂസ് ചെയ്യണം ആൻസറിൽ, എന്നാലേ അഡീഷണൽ മാർക്കുകളൊക്കെ വരുള്ളൂ. എക്സാമ്പിൾ ഭുജ് എർത്ത് ഓഫ് 2001 cost over 1 lakh casualties or 1 lakh human casualties. അതേപോലെ തന്നെ വിത്തിൻ 1992 2006 within 1990 2006 around 23,000 lives were lost because of major earthquakes in India. Because of major earthquakes in India. ആദ്യത്തെ ഇമ്പാക്ട് മനസ്സിലായല്ലോ, എക്സാമ്പിൾ കിട്ടിയല്ലോ. ഓക്കെ. സെക്കൻഡറി ഇമ്പാക്ട് ലാൻഡ് ഡീഗ്രഡേഷൻ. അടുത്തൊരു ഇമ്പാക്ട് എന്ന് വെച്ചാൽ ഡാമേജ് ടു ഇൻഫ്രാസ്ട്രക്ചർ. such as buildings, road, railways, factories, bridges, etc. നാലാമത്തെ പോയിന്റ് ഡിസ്റപ്ഷൻ ഓഫ് essential services. എന്തൊക്കെയാ? ലൈക്ക് ഗ്രൗണ്ട് വാട്ടർ പൈപ്പ് അങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും? വാട്ടർ സപ്ലൈ സ്റ്റോപ്പ് ആവും. That will lead to halt in water supply. പിന്നെ ഒരെണ്ണം സുനാമി. പിന്നെ എഫക്റ്റ് ആണ് സുനാമി. എക്സാമ്പിൾ 2004 tsunami in Sumatra. 2004 tsunami was in Sumatra was because of an earthquake. Flood, landslide, avalanche എന്നറിയാലോ. എന്തോ അവലാഞ്ച്? കുറെ മഞ്ഞ് ഇങ്ങനെ ഇടിഞ്ഞു വീഴുന്ന കണ്ടില്ലേ? അതിന് ലാൻഡ്സ്ലൈഡ്, ഫ്ലഡ്സ്, അവലാൻഷസ്. ഇതെല്ലാം earthquake in hilly areas can result in landslide and avalanches. Earthquake in hilly areas can result in landslide and avalanches. അടുത്തത് പറഞ്ഞ എഫക്റ്റ് മഡ് ഫൗണ്ടൻസ്. Example 1934 Bihar earthquake. 1934 Bihar earthquake created a knee deep mud on the agricultural fields. Agricultural field. Okay. Change in river course. മറ്റൊരു ഇമ്പാക്റ്റ് ആണ് change in river course. ലാസ്റ്റ് ഒരു ഇമ്പാക്റ്റ് എഴുതിക്കോ. ഫയർ ഹസാർഡ്. ഇപ്പം ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. എർത്ത്ക്വേക്ക് ഒരു മറ്റ് കുറെ ഡിസാസ്റ്ററിന്റെ ഒരു സോഴ്സ് ആയിട്ട് വേണം ചോദിക്കാം. മറ്റു ഡിസാസ്റ്റർ ഏതൊക്കെയാ പറ്റുന്നത്? ഇപ്പൊ ഫയർ ഉണ്ടാവാം, ഫ്ലഡ് ഉണ്ടാവും, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, അവലാഞ്ചസ് ഉണ്ടാവും, സുനാമി ഉണ്ടാവും. ഒരുപാട് മറ്റു ഡിസാസ്റ്റർ എർത്ത്ക്വേക്ക് കാരണം വേണമെങ്കിൽ ഉണ്ടാവും. അപ്പൊ എർത്ത്ക്വേക്ക് പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജി എഴുതിക്കോളൂ. എർത്ത്ക്വേക്ക് പ്രിവെൻഷൻ ആൻഡ് മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്.
സ്റ്റെപ്സ് ടേക്കൺ എന്തൊക്കെ സ്റ്റെപ്പ് എടുത്തേക്കുന്നൊന്ന് എഴുതിക്കോളൂ. സ്റ്റെപ്സ് ടേക്കൺ. സ്റ്റെപ്സ് ടേക്കൺ. നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ജസ്റ്റ് പേര് എഴുതി പോയാൽ മതി കേട്ടോ. നാഷണൽ എർത്ത്ക്വേക്ക് മിറ്റിഗേഷൻ പ്രൊജക്ട്. എർത്ത്ക്വേക്ക് മിറ്റിഗേഷൻ പ്രൊജക്ട് ആൻസറിൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. നാഷണൽ എർത്ത്ക്വേക്ക് മിറ്റിഗേഷൻ പ്രൊജക്ട് ജസ്റ്റ് എഴുതിക്കുക, അല്ലെ പിന്നെ അന്നേരം എക്സ്പ്ലെയിൻ ചെയ്ത് കാണും. എയിം അറ്റ് സ്ട്രെങ്തനിങ് എയിംസ് അറ്റ് സ്ട്രെങ്തൻ നാഷണൽ എർത്ത്ക്വേക്ക് റിസ്ക് മിറ്റിഗേഷൻ പ്രൊജക്ട്. നാഷണൽ എർത്ത്ക്വേക്ക് റിസ്ക് മിറ്റിഗേഷൻ പ്രൊജക്ട്. സ്ട്രെങ്തനിങ് സ്ട്രക്ചറൽ ആൻഡ് നോൺ സ്ട്രക്ചറൽ മെഷേഴ്സ് ചെയ്യാം. അടുത്തൊരു പോയിന്റ് എർത്ത്ക്വേക്ക് ഡിസാസ്റ്റർ റിസ്ക് ഇൻഡെക്സിംഗ്. ഡിസാസ്റ്റർ റിസ്ക് ഇൻഡെക്സിംഗ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വായിക്കണം, നിർബന്ധമില്ല. പോയിന്റ്സ് ഓർത്ത് വയ്ക്കാം. വായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. എർത്ത്ക്വേക്ക് ഡിസാസ്റ്റർ റിസ്ക് ഇൻഡെക്സിംഗ്. അടുത്ത നാഷണൽ ബിൽഡിംഗ് കോഡ്. നാഷണൽ ബിൽഡിംഗ് കോഡ്. നാഷണൽ റെട്രോഫിറ്റ് പ്രോഗ്രാം. നാഷണൽ റെട്രോഫിറ്റിംഗ് വെച്ചാൽ എന്താ റെട്രോഫിറ്റിംഗ് എന്ന് പറയുമ്പോ? എടേ ഈ ബിൽഡിംഗ് കോഡ് പറയുന്നത് എന്താ വെച്ചാലേ, ഈ പുതിയ ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ ഡിസാസ്റ്റർ റെസിലിയന്റ് ആക്കണം. അത് എർത്ത്ക്വേക്ക് ഒന്ന് വന്നാലും പെട്ടെന്ന് അത് താഴെ വീഴരുത്. ബിൽഡിങ്ങിനെ അങ്ങനെ ആക്കുന്നതിനാണ് ബിൽഡിംഗ് കോഡിനകത്ത് അതൊക്കെ പറയുന്നുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം, അതിനുവേണ്ടിയുള്ള സിവിൽ എഞ്ചിനീയേഴ്സിനായിരിക്കും അതിന്റെ ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ട് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പല മെഷേഴ്സ് അതിനകത്ത് പറയുന്നുണ്ടാവും. ഓക്കെ, ഈ റെട്രോഫിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ബിൽഡിംഗ് കഴിയുമ്പോഴാണ് നമുക്ക് ബിൽഡിംഗ് കോഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സിസ്റ്റിംഗ് ബിൽഡിംഗിൽ നമുക്ക് എന്ത് വേണം, അതിനെ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യാനേ പറ്റുള്ളൂ. ഈ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി റെട്രോഫിറ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ നാഷണൽ റെട്രോഫിറ്റ് പ്രോഗ്രാം 2014. പിന്നെ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അത് മിനിസ്റ്റർ ഓഫ് എർത്ത് സയൻസിന്റെ കീഴിലാണ്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി. അവരെന്ത് ഇറ്റ് സബ്മിറ്റ് എഴുതിക്കോളാം കൂടെ. ഇറ്റ് സബ്മിറ്റ് എർത്ത്ക്വേക്ക് സർവൈലൻസ്. ഇറ്റ് സബ്മിറ്റ് earthquake surveillance and hazard report to government agencies. It submit earthquake surveillance and hazard reports to government agencies. അടുത്തത് BMTPC കേട്ടിട്ടുണ്ടോ? ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി പ്രൊമോഷൻ കൗൺസിൽ കേട്ടിട്ടുണ്ടോ അല്ലെ? ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി പ്രൊമോഷൻ കൗൺസിൽ. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി പ്രൊമോഷൻ കൗൺസിൽ. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി പ്രൊമോഷൻ കൗൺസിൽ. പിന്നെ RBI ഒക്കെ ആക്ച്വലി ഈ എർത്ത്ക്വേക്ക് റെസിലന്റ് ഗൈഡ് ലൈൻസ് ഇല്ലാത്ത ലോണിനൊന്നും ബിൽഡിങ്ങിനൊന്നും ലോൺ കൊടുക്കേണ്ടെന്നൊക്കെ ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട്. അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഓർത്ത് വെച്ചാൽ മതി. RBI ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട്. എർത്ത്ക്വേക്ക് റെസിലന്റ് ബിൽഡിങ്സ് അല്ലെങ്കിൽ ലോൺ പ്രൊവൈഡ് ചെയ്യേണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ലൈക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇന്ത്യ ക്വേക്ക് എഴുതിക്കോളൂ. ഇന്ത്യ ക്വേക്ക് ടെക്നോളജി മെഷേഴ്സിനകത്ത് യൂസ് ചെയ്യാം. ഇന്ത്യ ക്വേക്ക് ഇത് ഡെവലപ്പ് ചെയ്തത് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ആണ് കേട്ടോ. ദിസ് വാസ് ഡെവലപ്ഡ് ബൈ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി. മെയിൻ എയിം ഈസ് ടു disseminate real time earthquake information. Earthquake information. Disseminate real time earthquake information. മറ്റൊരു ആപ്പാണ് സാഗർവാണി. സാഗർവാണി ഇതിനുവേണ്ടി ഓഷ്യൻ റിലേറ്റഡ് ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടിയ സാഗർവാണി ടു ഡിസമിനേറ്റ് ഓഷ്യൻ റിലേറ്റഡ് ഇൻഫർമേഷൻ. ഡിസമിനേറ്റ് ഓഷ്യൻ റിലേറ്റഡ് ഇൻഫർമേഷൻ.
ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇനി എഴുതാം എന്ന് വിചാരിക്കുന്നു. ഇനി ചാലഞ്ചസ് ഫോർ എർത്ത് മിറ്റിഗേഷൻ ഇൻ ഇന്ത്യ. ചാലഞ്ചസ് ഫോർ എർത്ത് മിറ്റിഗേഷൻ ഇൻ ഇന്ത്യ. എന്തൊക്കെയാ ചാലഞ്ചസ് ആയിട്ട് മെയിനുള്ള ചാലഞ്ചസ് പറയുമ്പോൾ absence of earthquake resilient features. Absence of earthquake resilient features. Earthquake resilient features in constructions. In constructions. Earthquake resilient features in construction. മറ്റൊന്ന് lack of proper training among professionals. Lack of proper training illa among professionals in earthquake resistant construction. In earthquake resistant construction. Earthquake resistant construction. Inadequate enforcement. അടുത്തൊന്ന് inadequate enforcement of earthquake resilient building codes. Of earthquake resilient building codes. Earthquake resilient ER എന്ന് എഴുതിയാൽ മതി കേട്ടോ. ER building code എന്ന് എഴുതിയാൽ മതി. Earthquake resilient building codes. Inadequate implementation. Example, NDMA, according to MDMA, National Disaster Management Authority, according to NDMA, close to 4,000 multi-storied buildings in Ahmedabad won't survive a high magnitude earthquake. Won't survive a high magnitude earthquake. High magnitude earthquake. മറ്റൊന്ന് poor response capacity among various stakeholders. ബാക്കി കാര്യങ്ങളൊക്കെ ചലഞ്ചസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എഴുതി ഓർമ്മയില്ല. അത് കുറെ പോയിന്റ്സ് കിട്ടിയില്ലേ, അതൊക്കെ ഇവിടെ എടുത്ത് യൂസ് ചെയ്യാം. ഫണ്ടില്ല എന്നുള്ള കാര്യം പറയാം, പ്രിപ്പയർഡ് അല്ലല്ലോ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എർത്ത് സ്പെസിഫിക് ആയിട്ട് ഇത് മാത്രം പറഞ്ഞാൽ മതി. ബാക്കി നിങ്ങൾ എന്ത് യൂസ് ചെയ്യണം? ചലഞ്ചസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മൾ പഠിച്ചതിനകത്തെ പോയിന്റ്സ് യൂസ് ചെയ്യണം. മനസ്സിലായല്ലോ? ഒരു NDMA ഗൈഡ് ലൈൻസ് എഴുതിക്കോളൂ. NDMA ഗൈഡ് ലൈൻസ് ഫോർ എർത്ത് മാനേജ്മെന്റ്. എർത്ത് ഒന്ന് ഫസ്റ്റ് പോയിന്റ്, എർത്ത് റെസിസ്റ്റന്റ് കൺസ്ട്രക്ഷൻ. ഇത് കാണാൻ പഠിക്കണം. കോഡ് ES റൈസ് എന്ന് ഓർക്കുക കേട്ടോ. ES റൈസ്, ഈ കോഡ് ഓർത്ത് വെക്കുക. അതിൽ ഈ പോയിന്റ്സ് കാണാൻ പഠിക്കണം, ആൻസറിൽ വരണം ഇതേപോലെ കേട്ടോ. അപ്പൊ ആദ്യം വേണ്ടത് എർത്ത് റെസിസ്റ്റന്റ് കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ സ്ട്രക്ചേഴ്സ്. എർത്ത് റെസിസ്റ്റന്റ് കൺസ്ട്രക്ഷൻ. രണ്ടാമത്തെ പോയിന്റ് സെലക്റ്റീവ് സീസ്മിക് സ്ട്രെങ്തനിങ്. And retrofitting of existing structures. Selective seismic strengthening and retrofitting of existing structures. മറ്റൊരു പോയിന്റ് regulation and enforcement. Awareness and preparedness. Capacity development. Emergency response. Capacity development, emergency response. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള NDMA ഗൈഡ് ലൈൻസിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ES റൈസ് എന്ന് ഓർത്ത് വയ്ക്കാം കേട്ടോ.
ഓക്കെ, അപ്പം ഗവൺമെന്റ് ജനറലി ഒരു എർത്ത് നടക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. മെയിൻ ആയിട്ടുള്ള ലോക്കൽ ലെവൽ മെഷേഴ്സ് എന്തൊക്കെയാണ് എടുക്കാറുള്ളത്. ഓക്കെ, അപ്പം പ്രീ ഡിസാസ്റ്റർ പ്രിവെന്റീവ് മെഷർ, അതായത് എർത്ത് ഉണ്ടാകുന്നതിന് മുന്നേ തൊട്ട് മുമ്പ് പ്രീ ഡിസാസ്റ്റർ പ്രിവെന്റീവ് മെഷേഴ്സ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രീ ഡിസാസ്റ്റർ പ്രിവെന്റീവ് മെഷേഴ്സ്. അതിൽ ലോങ് ടേം ഉണ്ട്. ലോങ് ടേം ആയിട്ട് എടുക്കുന്ന മെഷേഴ്സിൽ ഒന്ന് റീഫ്രെയിമിംഗ് ബിൽഡിംഗ് കോഡ്സ്, റീഫ്രെയിമിംഗ് ബിൽഡിംഗ് കോഡ്. മറ്റൊന്ന് ഇൻകോർപ്പറേറ്റിംഗ് earthquake resistant features in all buildings. Features in all buildings. Making all public utilities like water supply earthquake proof ആക്കുക. Supporting research and development like water supply പോലുള്ള പബ്ലിക് യൂട്ടിലിറ്റീസ് ഒക്കെ എന്താക്കുക, എർത്ത് റെസിലന്റ് ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, പോസ്റ്റ് ഡിസാസ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് ഡിസാസ്റ്ററിന് ശേഷം ഗവൺമെന്റ് ജനറൽ ചെയ്യുന്നത്, ഒന്ന് ആദ്യം ചെയ്യുന്നത് മെയിൻ്റെനൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. രണ്ടാമത് ഇവാക്യുവേഷൻ ഓഫ് പീപ്പിൾ. പോസ്റ്റ് ഡിസാസ്റ്റർ പ്രിവെന്റീവ് മെഷർ ആണ് ഇവാക്യുവേഷൻ ഓഫ് പീപ്പിൾ. മൂന്നാമത് റിക്കവറി ഓഫ് ഡെഡ് ബോഡീസ് ആൻഡ് ദർ ഡിസ്പോസൽ. ഇത് ഓർത്ത് വെച്ചോണം, ഈ രീതിയിലുള്ള കാര്യങ്ങൾ എഴുതേണ്ടി വരും, അങ്ങനെ രീതി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. റിക്കവറി ഓഫ് ഡെഡ് ബോഡീസ് ആൻഡ് ദർ ഡിസ്പോസൽ. മെഡിക്കൽ കെയർ ഫോർ ദി ഇഞ്ചേർഡ്. സപ്ലൈ ഓഫ് എസെൻഷ്യൽ ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ. temporary shelters like tent, TNT, tents, metal shed, etc. Metal shed, METL shed, SHED shed, etc. Repairing of communication lines. Restoration of transport routes. Okay, ഇത്രയൊക്കെ എഴുതണം, ഇത്രയെങ്കിലും ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പൊ വേ ഫോർവേഡ് ആയിട്ട് നിങ്ങൾ NDMA ഗൈഡ്ലൈൻസ് എഴുതിയാൽ മതി. എന്നാലും നിങ്ങൾക്ക് വേണമെന്നുള്ള അഡീഷണൽ കുറച്ചുള്ള പോയിന്റ്സ് ഞാൻ തരാം. ഒന്ന്, ഒരു കേസ് സ്റ്റഡി അവർ എഴുതി വെക്കുക. ലെസൺസ് ഫ്രം ജപ്പാൻ എഴുതിക്കും. ലെസൺസ് ഫ്രം ജപ്പാൻ ആക്ച്വലി in Japan has a compliance of COMP. Lessons from Japan. Compliance of quake resistance buildings for 80%. അതായത് 80% ബിൽഡിങ്സും ജപ്പാനിൽ എന്താണ്, എർത്ത് റെസിസ്റ്റന്റ് ആണ്. ക്വേക്ക് റെസിസ്റ്റൻസ് ഓഫ് 80%. അതേപോലെ ജപ്പാനിൽ പ്രോപ്പർ എയർലി വാർണിംഗ് സിസ്റ്റം ഉണ്ട്. സീസ്മിക് വേസ് ഒക്കെ നേരത്തെ ഡിറ്റക്ട് ചെയ്യും, ട്രിഗർ ചെയ്തിട്ട് എയർലി വാർണിംഗ് സിസ്റ്റംസ് അവര് റെസ്പോണ്ട് ചെയ്യും. അതായത് എങ്ങനെയാ സംഭവിക്കുന്നത് പറഞ്ഞാൽ തന്നെ എഴുതാൻ പറ്റുന്ന, അവിടെ ആക്ച്വലി ഈ സെയ്സ്മിക് ഉണ്ടല്ലോ, വേവ് എനർജി ഉണ്ടല്ലോ, അതിനെ ഡിറ്റക്ട് ചെയ്യും. ഇലക്ട്രിക് സിഗ്നൽസ് ആയിരിക്കും. ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഇലക്ട്രിക് സിഗ്നൽസ് സെയ്സ്മിക് വേവ്സിനേക്കാൾ സ്പീഡിൽ ട്രാവൽ ചെയ്യും. സ്പീഡിൽ ഇലക്ട്രിക് സിഗ്നൽസ് ട്രാവൽ ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ട്രെയിന്, എലിവേറ്റർ, ഇൻഡസ്ട്രിയൽ മെഷീൻസ് ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അലർട്ട് ചെയ്ത് സ്റ്റോപ്പ് ആക്കാൻ നോക്കും. അങ്ങനത്തെ സിസ്റ്റം ഒക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അതാണ് മെയിൻലി. അപ്പൊ എയർലി വാർണിംഗ് സിസ്റ്റം എഴുതിയല്ലോ. സിൻസ് ഇലക്ട്രിക് സിഗ്നൽസ് എഴുതിക്കോ. സിൻസ് ഇലക്ട്രിക് സിഗ്നൽസ് ട്രാവൽ ഫാസ്റ്റർ ദാൻ സീസ്മിക് വേവ്സ്. The lead time അതായത് അവധിയും വരുന്ന ടൈം is used to alert people via media, and also trains, elevators,
and also trains, elevators, industrial machines, etc. automatically stop. Are automatically stop. Are automatically stop. അതേപോലെ തന്നെ ജപ്പാനില് ടാക്സ് ഇൻസെന്റീവ് ഉണ്ട്. എന്തിനു വേണ്ടിയാ? ജപ്പാൻ ഓൾസോ ഗീവ്സ്, ഒരു പോയിന്റ് ഒഴിക്കോ, Japan also gives tax incentive to the people who build quake resistant plants, earthquake resistant buildings. അതായത് അവിടെ എർത്ത് റെസിസ്റ്റന്റ് ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബിൽഡിംഗ് ഒക്കെ അങ്ങനെ ആക്കുവാണെങ്കിൽ അവർക്ക് എന്തോ ടാക്സിൽ ഇളവുകൾ ചെയ്ത് കൊടുക്കും. ടാക്സ് കുറച്ച് കൊടുത്താൽ മതി. അപ്പൊ അവരെന്തായി കൂടുതലും അവരങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ മോഡലൊക്കെ ഇന്ത്യയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, മറ്റൊരു പോയിന്റ് ഒഴിക്കുക, വേ ഫോർവേഡിനകത്ത് എഴുതിക്കോളൂ. മിറ്റിഗേഷൻ പ്ലാൻ. ഗവൺമെന്റ് ഷുഡ് ബ്രിങ് ആൻ എഫക്റ്റീവ് എർത്ത് മിറ്റിഗേഷൻ പ്ലാൻ. മറ്റൊരു പോയിന്റ് ആണ് എൻവറോൺമെന്റ് ഇമ്പാക്ട് അസസ്, EIA എന്ന് എഴുതിയാൽ മതി. എൻവറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, EIA ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതൊന്നും എഴുതിക്കും. EIA, മോർ ഫണ്ടിങ്, ബെറ്റർ ലാൻഡ് യൂസ് പ്ലാനിങ് എഴുതിക്കോ. ബെറ്റർ ലാൻഡ് യൂസ് പ്ലാനിങ്. എക്സാമ്പിൾ, ലിമിറ്റഡ് ഡെവലപ്മെന്റ് ഇൻ ഏരിയാസ് പ്രോൺ ടു എർത്ത്. ലിമിറ്റഡ് ഡെവലപ്മെന്റ് ഇൻ, അത് എർത്ത് ഇപ്പൊ സീസ്മിക് ആയിട്ടുള്ള സോൺസ് നമ്മൾ കണ്ടില്ലേ, സീസ്മിക് 5 സോണുകളൊക്കെ, അവിടെയൊക്കെ എന്ത് ചെയ്യുക? ഡെവലപ്മെന്റ് കുറയ്ക്കുക. അതാണ് ലാൻഡ് യൂസ് പ്ലാനിങ്. ലാൻഡ് മനസ്സിലാക്കിയിട്ട് അനുസരിച്ച് പ്ലാൻ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയാണ് ആ ടേം യൂസ് ചെയ്യുന്നത്. ലാൻഡ് യൂസ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ ലിമിറ്റഡ് ഡെവലപ്മെന്റ് ഇൻ ഏരിയാസ് പ്രോൺ ടു എർത്ത്. ഓക്കെ, എർത്ത് നമ്മൾ മനസ്സിലായല്ലോ. അടുത്ത ഹെഡിങ് ആയിരിക്കും ഡ്രൗട്ട്. ഡ്രൗട്ടിനകത്ത് ഒരു ഡെഫിനിഷൻ ആയിരിക്കും. ഡ്രൗട്ട് എന്ന് വെച്ചാൽ ഡ്രൗട്ട് കനോട്ട്സ്, CONNOTES. Drought connotes situation of water storage, situation of water shortage for human, cattle and agricultural activities. Human, cattle and agricultural activities. Drought is not defined as a disaster in Disaster Management Act. Drought is not defined as a disaster in Disaster Management Act. DM Actil ഒരു ഡിസാസ്റ്റർ അല്ല ഡ്രൗട്ട് എന്ന് പറയുന്നത്. Drought is not defined as a disaster in Disaster Management Act. കാറ്റഗറീസ്, ക്ലാസിഫിക്കേഷൻ ഇറക്കിയ ഫസ്റ്റ് 3 കാറ്റഗറി ഉണ്ട്. മീറ്ററോളജിക്കൽ, എന്താ മീറ്ററോളജിക്കൽ എന്ന് പറയുമ്പോൾ? മഴ കുറയുമ്പോൾ, പ്രസിപ്പിറ്റേഷൻ കുറയുമ്പോൾ, അറിയാമെങ്കിൽ എഴുതണ്ട. ഹൈഡ്രോളജിക്കൽ, അഗ്രികൾച്ചർ. ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് ഡൗട്ട് ഉള്ളത്. മീറ്ററോളജിക്കൽ, ഹൈഡ്രോളജിക്കൽ, അഗ്രികൾച്ചർ. ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ലിസ്റ്റ് ഓഫ് ഡ്രൗട്ട്സ് ഇൻ ഇന്ത്യ എഴുതിക്കോ. ലിസ്റ്റ് ഓഫ് ഡ്രൗട്ട്സ് ഇൻ ഇന്ത്യ. ഒന്നാമത്തെ ഡൗട്ട് 2009 ഓക്കെ 2014 to 16 എഴുതിക്കും. 2014-16 ബുന്ദേൽഖണ്ഡ് റീജൻ.
2 വർഷം അവർ സക്സസീവ് ഡ്രൗട്ടായിരുന്നു മുഴുവൻ ഡ്രൗട്ടായിരുന്നു 2 വർഷം മുഴുവൻ 2014-16 സക്സസീവ് ഡ്രൗട്ട് ഇൻ ബുന്ദേൽഖണ്ഡ് റീജിയൻ എഴുതിക്കോ സക്സസീവ് ഡ്രൗട്ട് ഇൻ ബുന്ദേൽഖണ്ഡ് റീജിയൻ. ഇനി 2019 ഒരു മേജർ ഡ്രൗട്ട് ഉണ്ടായിരുന്നു തമിഴ്നാട് കർണാടക ആന്ധ്ര റീജിയൻ അത് കാരണം വലിയ ക്രോപ്പ് ഫെയിലർ ഉണ്ടായി തമിഴ്നാട് കർണാടക ആൻഡ് ആന്ധ്ര റീജിയൻ ഹെവി ക്രോപ്പ് ഫെയിലർ. 2012 വരികയാണെങ്കിൽ മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് മേജർ ഡ്രൗട്ട് ആയിരുന്നു മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് 60-70% മഴ കുറവായിരുന്നു 60-70% ഓഫ് ലെസ് റെയിൻഫോൾ. വീണ്ടും 2009 ആയപ്പോ വീണ്ടും ഒരു ബുന്ദേൽഖണ്ഡിൽ വീണ്ടും ഒരു ഡ്രൗട്ട് ഉണ്ടായി. അത് കാരണം അവിടെ വൈൽഡ് ഫയർ ഒക്കെ ഉണ്ടായി. ഡ്രൗട്ടുള്ള കണ്ടീഷൻ ഉണങ്ങിയിരിക്കുകയായിരുന്നു ചെടികളൊക്കെ ഉണ്ടായിട്ട് വൈൽഡ് ഫയർ ഉണ്ടായി 50-60% ലെസ് റെയിൻഫോൾ. ഏറ്റവും വലിയ ഡ്രൗട്ട് ഉണ്ടായത് 76 1876 ഗ്രേറ്റ് ഫാമിനിലായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മേജർ ഡ്രൗട്ടുകളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രൗട്ട് വൾണറബിലിറ്റി ഇൻ ഇന്ത്യ എഴുതിക്കോളൂ. ഡ്രൗട്ട് വൾണറബിലിറ്റി ഡേറ്റയാണ് എഴുതിയെടുത്തോണം. ഡ്രൗട്ട് വൾണറബിലിറ്റി 68% of country is prone to drought. 68% country is prone to drought. 35% area receiving rainfall between 35% area receiving rainfall between 750 mm to 1125 mm. 750 mm to 1125 mm is considered drought prone. Okay, 33% area receiving less than 750 mm rainfall. അതെന്തായിരിക്കും? will be chronically drought prone. According to drought early warning system DEWS, according to drought early warning system, in March 2019, about 42% of India's land area is under drought. About 42% of India's land area is under drought. Okay. Distribution എവിടൊക്കെയാണ് സംഭവിക്കുന്നത്? ഡിസ്ട്രിബ്യൂഷൻ എക്സ്ട്രീം ഡ്രൗട്ട് എഴുതിക്കോ. എക്സ്ട്രീം ഡ്രൗട്ട് ഉള്ള സ്ഥലങ്ങൾ ഒന്ന് ഗുജറാത്ത്, വെസ്റ്റേൺ യു പി, നോർത്ത് വെസ്റ്റ് മധ്യപ്രദേശ്, വെസ്റ്റേൺ രാജസ്ഥാൻ. ഗുജറാത്ത്, വെസ്റ്റേൺ യു പി, നോർത്ത് വെസ്റ്റ് മധ്യപ്രദേശ്, വെസ്റ്റേൺ രാജസ്ഥാൻ. ഓക്കെ, ഇനി സിവിയർ ഡ്രൗട്ട് കാറ്റഗറി. എക്സ്ട്രീം ഏറ്റവും കൂടുതൽ ഡ്രൗട്ട് ആട്ടോ. സിവിയർ തന്നെ തൊട്ട് താഴെ. സിവിയർ ഡ്രൗട്ട് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ എവിടെ ആയിരിക്കും? മെയിൻലി മൈദാൻ പ്ലേറ്റോ, റായൽസീമ,
ഇതൊക്കെ എപ്പോഴും ഡ്രൗട്ടിനകത്ത് വരുന്ന ന്യൂസിൽ വരുന്ന കാര്യങ്ങളാണ്. റായൽസീമ ഒക്കെ. റായൽസീമ ആൻഡ് തെലങ്കാന റീജിയൻസ് ഓഫ് ആന്ധ്രാപ്രദേശ്. റായൽസീമ ഓഫ് ആന്ധ്രാപ്രദേശ് മതി, ഓഫ് ആന്ധ്രാപ്രദേശ്. ഓക്കെ. അതേപോലെ തന്നെ മറാത്ത്വാഡ, ഇതും കേട്ടിട്ടുണ്ടോ? ഡ്രൗട്ടിന്റെ പേരിൽ ന്യൂസിൽ എപ്പോഴും വരേണ്ട സ്ഥലങ്ങളാണ് മറാത്ത്വാഡ ആൻഡ് വിദർഭ റീജിയൻ. കേട്ടിട്ടുണ്ടോ? മറാത്തവാഡ ആൻഡ് വിദർഭ റീജിയൻസ് ഓഫ് മഹാരാഷ്ട്ര. ഇത് ന്യൂസിൽ വരണം ഇതൊക്കെ, അല്ല ആൻസർ വരണം ഈ ടേംസ് ഒക്കെ കേട്ടോ. മറാത്തവാഡ ആൻഡ് വിദർഭ റീജിയൻസ് ഓഫ് മഹാരാഷ്ട്ര. മനസ്സിലായല്ലോ? ഇനി കണ്ടീഷൻസ് ഓഫ് മോഡറേറ്റ് ഡ്രൗട്ട്. മോഡറേറ്റ് ഡ്രൗട്ട് കണ്ടീഷൻസ് വരുന്നത്, മോഡറേറ്റ് ഡ്രൗട്ട്സ് വരുന്നത് ഒറീസ, സെൻട്രൽ, നോർത്ത് മധ്യപ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, സെൻട്രൽ ഈസ്റ്റ് തമിഴ്നാട്. സെൻട്രൽ ഈസ്റ്റ് തമിഴ്നാട്. എന്തുകൊണ്ടാണ് ഡ്രൗട്ട് ഉണ്ടാകുന്നത്? കോസിംഗ് ഫാക്ടേഴ്സ് എഴുതിക്കോളൂ. കോസിംഗ് ഫാക്ടേഴ്സ്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ലീഡ് ടു ഡ്രൗട്ട്? എന്തായിരിക്കും മെയിൻ ആയിട്ട്? ഓ ഓക്കെ, അപ്പൊ ലെസ് റെയിൻഫോൾ, അത് എഴുതിക്കോ. ലെസ് റെയിൻഫോൾ ഫസ്റ്റ് പോയിന്റ്. അതിനെ പറ്റി കൂടുതൽ എഴുതേണ്ട ആവശ്യം. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. ഫോൾട്ടി ക്രോപ്പിംഗ് പാറ്റേൺ. അതെങ്ങനെയാ? വാട്ടർ റിലേറ്റഡ് ആൻസർ റൈറ്റിംഗ് അത് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഫോൾട്ടി ക്രോപ്പിംഗ് പാറ്റേൺ? എങ്ങനെയാ? എക്സാമ്പിൾ പറഞ്ഞു. ഷുഗർ കെയിൻ, റൈസ് പോലുള്ള വാട്ടർ ഇന്റൻസീവ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് ഡ്രൗട്ട് ഉണ്ടാക്കാം. ഒരുപാട് വെള്ളം യൂസ് ചെയ്ത് കളയും. ഫോർ എക്സാമ്പിൾ, എക്സസീവ് കൾട്ടിവേഷൻ ഓഫ് crops like excessive cultivation crops like rice, sugarcane, etc. Rice, sugarcane, etc. can lead to wastage of water. Can lead to wastage of water. But an increasing urbanization has led to indiscriminate use of water by urban centers. Indiscriminate use of water by urban centers. Another point, lack of proper water storage structure. Lack of proper water storage structure. കാരണം മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ വെള്ളം ഒഴുകി പോകുന്നല്ലാതെ എങ്ങും സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. അതാ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു പോയിന്റ്, ക്ലൈമറ്റ് ചേഞ്ച്. ഗ്ലോബൽ വാർമിംഗ് കാരണം നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. മൺസൂണെ ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ക്ലൈമറ്റ് ചേഞ്ച് have made pattern of monsoon erratic. Pattern of monsoon erratic എന്ന് പറയുമ്പോൾ എന്താണ്? പ്രഡിക്റ്റബിൾ അല്ല, നമുക്ക് പറയാൻ പറ്റില്ല അതെങ്ങനെയായിരിക്കും. പാറ്റേൺ ഓഫ് മൺസൂൺ ഇറാറ്റിക്. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കോസസ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? പറയാം. ഉണ്ടോ? പറഞ്ഞോ. എനി സജഷൻ? പറഞ്ഞോ, വേറെന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇമ്പാക്ട് ഓഫ് ഡ്രൗട്ട്. ഇമ്പാക്ട് എന്തൊക്കെയാണെന്നുള്ള ആദ്യം എൻവിറോൺമെന്റൽ ഇമ്പാക്ട്. എൻവിറോൺമെന്റൽ ഇമ്പാക്ട് എങ്ങനെ അഫക്ട് ചെയ്യും? എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അതിൽ ആദ്യം പറയേണ്ടത് മോയിസ്ചർ സ്ട്രെസ്. which negatively affect moisture stress, negatively affect the crop cover. Crop cover എന്ത് ചെയ്യുന്നു? നെഗറ്റീവ്ലി അഫക്ട് ചെയ്യുന്നു മോയിസ്ചർ സ്ട്രെസ്. പിന്നെ വൈൽഡ് ലൈഫ് മൈഗ്രേഷൻ.
വെള്ളമില്ലാത്തതുകൊണ്ട് വൈൽഡ് ലൈഫ് എന്ത് ചെയ്യാം? മൈഗ്രേറ്റ് ചെയ്യാം. വൈൽഡ് ലൈഫ് മൈഗ്രേഷൻ വിച്ച് ക്യാൻ ലീഡ് ടു മാൻ ആനിമൽ കോൺഫ്ലിക്ട്. ഇവര് മൈഗ്രേറ്റ് വരുന്നത് മനുഷ്യൻ താമസിക്കുന്നിടത്തോട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ മാനും ആനിമൽ തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടാവും. മാൻ ആനിമൽ കോൺഫ്ലിക്ട്. മാൻ ആനിമൽ കോൺഫ്ലിക്ട്. മറ്റൊന്ന് ഡെസർട്ടിഫിക്കേഷൻ. എൻവയോൺമെന്റ് പഠിച്ചു കാണും ഡെസർട്ടിഫിക്കേഷനെ പറ്റി, ഇല്ലേ? ആയിട്ടില്ല അല്ലേ? ഡെസർട്ടിഫിക്കേഷൻ ഇൻക്രീസ്ഡ് എയർ ആൻഡ് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ. ഓക്കെ. പിന്നെ ഡാമേജ് ടു നാച്ചുറൽ വെജിറ്റേഷൻ. ഡാമേജ് ടു നാച്ചുറൽ വെജിറ്റേഷൻ. നാച്ചുറൽ വെജിറ്റേഷൻ ആൻഡ് എക്കോസിസ്റ്റം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഇമ്പാക്ട്. ഓക്കെ. ഇനിയും സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്. സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് എന്തൊക്കെയായിരിക്കും? സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് മെയിൻലി ഡ്രിങ്കിങ് വാട്ടർ ഷോർട്ടേജ്. ഡ്രിങ്കിങ് വാട്ടർ ഷോർട്ടേജ് ഇത് തന്നെ എക്സ്പാൻഡ് ചെയ്യിക്കോളൂല്ലോ അല്ലേ? മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ. മാൽന്യൂട്രീഷൻ എങ്ങനെയാ? വാട്ടർ എഴുതിക്കോളൂ അതിനെ പറ്റി. വാട്ടർ ആക്ട് എസ് എ യൂണിവേഴ്സൽ സോൾവെന്റ്. വാട്ടർ ആക്ട് എസ് എ യൂണിവേഴ്സൽ സോൾവെന്റ് ഫോർ ന്യൂട്രീഷൻ. യൂണിവേഴ്സൽ സോൾവെന്റ്. Universal solvent for nutrition intake. For nutrition intake. So lack of water will create malnutrition. So lack of water will create malnutrition. മറ്റൊന്ന് poor hygiene. Poor hygiene. Poor hygiene can lead to bad health and waterborne diseases. Waterborne diseases. Migration. Migration. അതായത് people will migrate. Drought will act as a drought will act as a push factor. Push factor for migration, for people to migrate. ആളുകളെ പുഷ് ചെയ്യും. വെള്ളം അവിടത്തോട്ട് മൂവ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. പുഷ് ഫാക്ടർ ഫോർ പീപ്പിൾ ടു മൈഗ്രേറ്റ്. ഓക്കെ. നീക്കണം. ഓക്കെ, അത് മതി. പിന്നെ പ്രൊഡക്ഷൻ ലോസസ് ഇൻ അഗ്രികൾച്ചർ. പ്രൊഡക്ഷൻ ലോസസ് ഇൻ അഗ്രികൾച്ചർ. എക്സാമ്പിൾ high case of farmer suicides. Farmer suicides in Marathwada region. High cases of farmer suicides in Marathwada region. മറ്റൊന്ന് ലോസ് ഓഫ് ഇൻകം. Loss of income, especially for people dependent on agriculture. Especially for people dependent on agriculture. മറ്റൊന്ന് മൾട്ടിപ്ലയർ എഫക്ട്. ഇത് മൾട്ടിപ്ലയർ എഫക്ട് എന്ന് പറയുമ്പോൾ എന്താ? ഒരു കാര്യം ഒരിടത്ത് അഫക്ട് ചെയ്യുക, ഒരുപാട് അഫക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ ഡൗട്ട് കാരണം എന്താവും? അഗ്രികൾച്ചർ മോശമാവും. അഗ്രികൾച്ചർ മോശമാണെങ്കിൽ മറ്റ് പല ഇൻഡസ്ട്രീസിനും വേണ്ട റോ മെറ്റീരിയൽ അഗ്രികൾച്ചർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ ഷുഗർ മിൽ ഇൻഡസ്ട്രിക്ക് എന്താ വേണ്ടത്? ഷുഗർ കെയിൻ വേണ്ടത്. ഷുഗർ കളിച്ചില്ലെങ്കിൽ മില്ലുകൾ വർക്ക് ചെയ്യുമോ? ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രികൾ തകരും. അങ്ങനെ മൾട്ടിപ്ലയർ എഫക്ട് എന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. ഓക്കെ. അതായത് മൾട്ടിപ്ലയർ എഫക്ട് ഓൺ അതർ സെക്ടേഴ്സ്. Multiple effect on other sectors dependent on agriculture for raw material. Dependent on agriculture for raw material. പിന്നെ ഒരു ഇമ്പാക്ട് ആണ് ലാൻഡ് ഏലിയനേഷൻ. ലാൻഡ് ഏലിയനേഷൻ എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. വാക്കിനർത്ഥം ലാൻഡ് വിട്ടുപോകും. ആളുകൾ ലാൻഡ് വിട്ടിട്ട് വേറെ എവിടെയെങ്കിലും പോകും. ആ ലാൻഡ് അപ്പം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ലാൻഡ് ഏലിയനേഷൻ ഉണ്ടാവും ഡ്യൂ ടു വാട്ടർ ഷോർട്ടേജ്. ഒരു പോയിന്റ് കഴിക്കുക. അഫക്ട് ലൈഫ് സ്റ്റോക്ക്. നെഗറ്റീവ്ലി അഫക്ട് ദി ലൈഫ് സ്റ്റോക്ക് സെക്ടർ. എങ്ങനെ? ലാർജ് സ്കെയിൽ ഡെത്ത് ഓഫ് കാറ്റിൽ ആൻഡ് അതർ ആനിമൽസ്. ഓക്കെ. കാറ്റിൽ ആൻഡ് അതർ ആനിമൽസ്.
അപ്പം ഇഫക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഒരു ഹെഡിങ് കൊടുത്തു, ഡ്രൗട്ട് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഇൻ ഡ്രൗട്ട് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ. ഡ്രൗട്ട് മാനേജ്മെന്റ് ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ. അതിൽ ആദ്യം പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസം. മെക്കാനിസത്തിനകത്ത് കുറച്ച് ബോഡീസ് ഉണ്ട്, കുറച്ച്. ഒന്ന് സെൻട്രൽ ഡ്രൗട്ട് റിലീഫ് കമ്മീഷൻ, സെൻട്രൽ ഡ്രൗട്ട് റിലീഫ് കമ്മീഷൻ, ക്രോപ്പ് വെതർ വാച്ച് ഗ്രൂപ്പ്, drought management group, drought management group, national agricultural drought assessment and monitoring center, drought assessment and monitoring center, sorry, system, monitoring system, drought assessment and monitoring system, national agricultural drought assessment and monitoring system, central research center for dryland agriculture, central research center, ഇതെല്ലാം ഒന്നും എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കുറച്ചൊക്കെ എഴുതാൻ നോക്കാം. സെൻട്രൽ റിസർച്ച് സെന്റർ ഫോർ അഗ്രികൾച്ചർ, ഫോർ ഡ്രൈലാൻഡ് അഗ്രികൾച്ചർ, ഫോർ ഡ്രൈലാൻഡ് അഗ്രികൾച്ചർ. ഇത്ര മതിയോ അല്ലേ? ഇനിയും ഉണ്ട്, വേണം. അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ഒക്കെ ഇനിയും ഉണ്ട്, വേണ്ടായിരിക്കുമല്ലോ. ഇത്ര എനിക്ക് ആൻസർ എഴുതാനൊക്കെ പറ്റും. വേണമെങ്കിൽ ഞാൻ തരാമായിരിക്കും, പറഞ്ഞ വേണമെങ്കിൽ തരാം. നിങ്ങൾ വയ്യാത്തോണ്ടേ ചോദിച്ചു. കൂടുതൽ പോയിന്റ്സ് വേണേ തരാം. ഓക്കെ, ഒരു പ്രോഗ്രാം എഴുതിക്കോ, ഡ്രൗട്ട് പ്രോൺ ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. നമുക്കൊരു 4:30 എത്താം, ഒരു 2 മിനിറ്റ് ഉള്ളൂ, പെട്ടെന്ന് കഴിയും. Drought prone area development program, drought prone area development program. Okay, now we wind up ചെയ്യാം, ബാക്കി അടുത്ത സെഷൻ കണ്ടിന്യൂ ചെയ്യാം. Okay.